ബുദ്ധിയുടെ ഗ്രഹമായ ബുധൻ ദേവദൂതൻ എന്നാണ് അറിയപ്പെടുന്നത്, മെസ്സഞ്ചർ ഓഫ് ഗോഡ്. ബുധന്റെ കാരകത്വങ്ങളെ കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോണേ. പെട്ടെന്ന് പറയുകയാണെങ്കിൽ ബുദ്ധി, പിന്നെ കണക്ക്, പിന്നെ വ്യാപാരം, ആശയവിനിമയം, ചെറുപ്പം, കേൾവി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബുധനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബുധന് വിലക്കുറവുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും ബുധൻ പാവഗ്രഹങ്ങളോടൊപ്പം നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നീചത്തിൽ നിൽക്കുമ്പോഴോ മൗഢ്യത്തിലാവുമ്പോഴോ ഒക്കെ ഈ കാരകത്വങ്ങളെല്ലാം ബാധിക്കും. പിന്നെ നമ്മുടെ ജാതകത്തിൽ ബുധൻ നല്ല സ്ഥിതിയിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവും. എപ്പോഴും ആരെയും എന്തും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കാണും. അതുപോലെ നമ്മുടെ ചിന്തയിൽ എന്താണോ അത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയും. അവർ നല്ല പ്രാസംഗികരായിരിക്കും, നല്ല എഴുത്തുകാരായിരിക്കും, നല്ല ബുദ്ധിയുള്ളവരായിരിക്കും. ഏത് സാഹചര്യത്തിലും പെട്ടെന്ന് തന്നെ ഇണങ്ങിച്ചേരാൻ കഴിവുള്ളവരായിരിക്കും. എളുപ്പം പഠിച്ചെടുക്കുന്നവരായിരിക്കും എല്ലാ കാര്യങ്ങളും. മറ്റുള്ളവർക്കാണെങ്കിൽ ഇതിനൊക്കെ കുഴപ്പം വരുമേ. ബുധന് വ്യാപാരം അഥവാ ബിസിനസ്സുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ നല്ല ബുധനാണെങ്കിൽ ബിസിനസ്സിലൊക്കെ നമ്മൾ നല്ലതുപോലെ ശോഭിക്കും. അതുപോലെ ബുധൻ എന്തെങ്കിലും ഒരു ചെറിയ പാപന്തോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഇതൊക്കെ ബിസിനസ്സിനെയും അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ജാതകം നോക്കി ചേച്ചി വേണം ബിസിനസ്സിൽ ഇറങ്ങാൻ. പ്രത്യേകിച്ചും ഒരുപാട് പണമൊക്കെ മുടക്കിയുള്ള ബിസിനസ്സിലൊക്കെ ഇറങ്ങുവാണെങ്കിൽ ജാതകം നല്ലതുപോലെ നിരീക്ഷിച്ചുകൊണ്ട് വേണം ഇറങ്ങാൻ. മറഞ്ഞ ബുധൻ നിറഞ്ഞ ബുദ്ധി എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ബുധന് നമ്മുടെ ജാതകത്തിൽ നമുക്ക് നല്ലതാണോ തരുന്നത് അതോ ചീത്തയാണോ തരുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. എന്നാലും ബുധന് ബലക്കുറവുണ്ടെങ്കിൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നഷ്ടങ്ങൾ വരിക, അല്ലെങ്കിൽ അത് നമ്മൾ വിട്ടുകളയുക. ഏത് കാര്യത്തിലായാലും ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വട്ടം കറങ്ങുക. പിന്നെയാണെങ്കിൽ അവരുടെ ഈ ചിന്താഗതികൾ എന്താണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ഇവർ കിടന്ന് പാടുപെടുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ നമ്മൾ ശാരീരികമായിട്ടാണെങ്കിൽ ഈ മുടി ഒരുപാട് കൊഴിഞ്ഞു പോകുക, നഖമൊക്കെ ഇങ്ങനെ വിണ്ടു കീറുക, വാസന അറിയാൻ ബുദ്ധിമുട്ടുക, പിന്നെയാണെങ്കിൽ നമുക്ക് പല്ലിനൊക്കെ കേടുപാടുകൾ സംഭവിക്കുക. ഇതൊക്കെ ഒരുപാട് ലക്ഷണങ്ങൾ ഒന്നിച്ചു വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജാതകത്തിൽ ബുധന് ബലക്കുറവുണ്ടെന്ന്. നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ആ കഴിവിനെയും ഇത് ബാധിക്കുമേ. അത് അവസാനം എന്താവും, സ്വയം ഒരു വിശ്വാസമില്ലായ്മ വന്നിട്ട് തന്നെത്താനെ ഇങ്ങനെ സംശയിക്കത്തില്ലേ, അത് ഞാൻ അങ്ങനെയാണോ ഇങ്ങനെയൊക്കെ സംശയിക്കത്തില്ലേ, അതുപോലെയൊക്കെ ആകും. പരിഹാരങ്ങൾ ചെയ്താൽ ഇതിന് വലിയ മാറ്റം വരിക തന്നെ ചെയ്യുമേ. മറ്റു ലക്ഷണങ്ങളെന്ന് പറയുന്നത് ദൈവത്തിനെ നിന്ദിക്കുക, ദൈവം നിന്ന ചെയ്യുക, ദൈവവിശ്വാസം ഇല്ലാതിരിക്കുക, സ്ത്രീകളോടൊക്കെ ബഹുമാനമില്ലാതെ പെരുമാറുക, പിന്നെ ഒരു ധാർമ്മിക രീതികളൊക്കെ ഇല്ലേ അതിലൊക്കെ സഞ്ചരിക്കാൻ ശ്രമിക്കുക. പിന്നെയാണെങ്കിൽ ഈ ധനം കുറുക്കു വഴിയിൽ കൂടെയൊക്കെ നേടുവാൻ ശ്രമിക്കുക. ജാതകത്തിൽ ബുധന് പാവബന്ധം വരികയോ അല്ലെങ്കിൽ ബലക്കുറവ് ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ഈ സ്കിന്നൊക്കെ നല്ല റഫായിരിക്കും, ഒരു ഡൾ സ്കിന്നെന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ളത് ആയിരിക്കും. അതുപോലെ അവർ ധനപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കും. പഠിത്തത്തിലൊക്കെ വളരെയധികം പുറകോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ബുധന് ബലക്കുറവുണ്ടെങ്കിൽ സഹോദരങ്ങളും കുടുംബവുമായിട്ടൊക്കെ നമുക്കൊരു അകൽച്ച വരും. പ്രത്യേകിച്ചും അമ്മയുടെ വകയിലുള്ള അമ്മാവന്മാരില്ലേ അവരുമായിട്ടൊക്കെ. പിന്നെ മറ്റുള്ളവർ പറയുന്ന ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. എപ്പോഴും ഒരു തലവേദന പോലെ തോന്നും. പിന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലുമൊക്കെ അലട്ടലുകൾ എപ്പോഴും ഉണ്ടാകുക, പെട്ടെന്ന് ദേഷ്യം വരിക, പിന്നെ ചർമ്മവ്യാധികളൊക്കെ എളുപ്പം പിടിക്കുക, അലർജികളൊക്കെ ഉണ്ടാകുക, പഠനത്തിൽ പിന്നോട്ട് പോകുക, എത്ര പഠിച്ചാലും മനസ്സിലാകാതിരിക്കുക, എപ്പോഴും ഒറ്റപ്പെടുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകുക, നമ്മുടെ ശരീരത്തിന് തന്നെ എപ്പോഴും ഒരു ക്ഷീണം തോന്നുക, പിന്നെ ഒരു ബലക്കുറവ് പോലെയൊക്കെ തോന്നുക, മടി, അലസത, ശ്രദ്ധക്കുറവ്, പിന്നെ കണക്കാണെങ്കിലും ഒന്നും മനസ്സിലാകാതിരിക്കുക, കണക്ക് ചെയ്യാനേ പറ്റാതിരിക്കുക, പിന്നെ ഈ പ്രായക്കൂടുതൽ ചെറുപ്പത്തിലേ അങ്ങ് പ്രായമായി പോകത്തില്ല ചിലർ, അങ്ങനെ പരുപരുത്ത ചർമ്മമായിരിക്കുക, അതായത് മുടിയായാലും ചർമ്മമായാലും ഒക്കെ അങ്ങ് ഒരുമാതിരി റഫായിട്ട് അങ്ങ് ഇരിക്കുക. പിന്നെ കാഴ്ച നമ്മളത് കാണുന്ന മറ്റുള്ളവർക്ക് നമ്മളത്ര നല്ലതായിട്ട് തോന്നത്തില്ല. അതായത് കാഴ്ചയ്ക്ക് ഇച്ചിരി തകരാറുള്ളതുപോലെ, നമുക്ക് എന്തെങ്കിലും തകരാറുള്ളതുപോലെ തോന്നുക. അതായത് നമ്മളെ മറ്റുള്ളവർ നോക്കുമ്പോൾ നമുക്ക് സൗന്ദര്യം കുറവാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വിരൂപതയുള്ളതായിട്ടൊക്കെ തോന്നുക.
പിന്നെ മിക്കവർക്കും പൊക്കം കുറവായിരിക്കും, ആത്മവിശ്വാസവും കുറവായിരിക്കും, കള്ളത്തരങ്ങളൊക്കെ പറയുന്നവരായിരിക്കും. പിന്നെ അതുപോലെ ഈ പഠനോപകരണങ്ങൾ മോഷ്ടിക്കുക, അതായത് പേന, ബുക്കുകൾ ഇങ്ങനെയൊക്കെയുള്ളവർ മറ്റുള്ളവരുടേത് എടുക്കുക. അതുമല്ലെങ്കിൽ നമ്മുടെ പഠനോപകരണങ്ങളിലെ സ്കെയില്, പെൻസില് അങ്ങനെയൊക്കെയുള്ള പേന ഇതൊക്കെ എളുപ്പം കേടാകുക. പിന്നെ അമ്മയുടെ വീട്ടുകാരുമായിട്ട്, പ്രത്യേകിച്ചും അമ്മാവന്മാരല്ലേ, അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ വഴക്കുകൾ ഉണ്ടാകുക, അകൽച്ച ഉണ്ടാകുക. പിന്നെ ഇങ്ങനെ ബുധന് ബലക്കുറവുള്ളവർക്ക് കൂട്ടുകാർ വളരെയധികം കുറവായിരിക്കും. മറ്റുള്ളവനായിട്ട് കൂട്ടുകൂടുന്നതിന് ഇവർക്ക് ഒരു താല്പര്യവും കാണത്തില്ല. പിന്നെ കൂടുതൽ പേർക്കും സഹോദരന്മാർ കാണുകയില്ല. ഒന്നുകിൽ സഹോദരങ്ങൾക്ക് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് പ്രശ്നങ്ങൾ. പിന്നെ ഈ സ്വപ്ന ലോകത്തൊക്കെ ജീവിക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു ജീവിതമായിരിക്കും. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കാണുകയില്ല. ഒരു ജാതകത്തിലെ പിന്നെ നീചത്തിൽ നിൽക്കുന്ന ബുധനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, നീചഭംഗം വരുവാണെങ്കിൽ വളരെ ഉയർച്ച അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. എപ്പോഴും അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നിങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കുക. ഒരു സ്ട്രെസ്, എപ്പോഴും ഒരു സ്ട്രെസ് അനുഭവപ്പെടുക. പിന്നെ ആണെങ്കിൽ ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക. ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ അങ്ങ് തെറ്റിദ്ധരിക്കുക. പിന്നെയാണെങ്കിൽ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ അലയുന്ന ഒരു സ്വഭാവം കാണത്തില്ലേ, അങ്ങനെയൊരു സ്വഭാവം. ജാതകത്തിലല്ലാതെ ചാരവശാലും ബുധൻ നല്ല പൊസിഷനിലല്ലാതിരിക്കത്തില്ലേ, അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്നത് മനസ്സിലാക്കാൻ കഴിയും. അതായത് നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഇങ്ങനെ കുറഞ്ഞു 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 വരുന്നതായിട്ട് കാണാം. പിന്നെ ആണെങ്കിൽ നമ്മുടെ കഴിവിൽ നമുക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ലാതിരിക്കുക. പിന്നെ ആണെങ്കിൽ പെട്ടെന്നുള്ള ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കടം കയറി നശിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയൊരു സിറ്റുവേഷന്. ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ, അതായത് ഒന്നിനെ കുറിച്ച് ഒരുപാട് നേരം ചിന്തിച്ച് 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 അങ്ങനെയുള്ള കുഴപ്പങ്ങളിൽ ചെന്ന് നടുക. പിന്നെ സ്കിൻ പ്രോബ്ലംസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മളൊരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതിരിക്കട്ടെ, നമ്മുടെ ആ സഹപ്രവർത്തകരൊക്കെ നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവർ ഒരു തരത്തിലൊരു കോപ്പറേഷൻ ഇല്ലാതിരിക്കുക. പിന്നെ ആണെങ്കിൽ എപ്പോഴും പനി വന്നുകൊണ്ടിരിക്കുക ഇവർക്ക്. പിന്നെ എപ്പോഴും ചർമ്മവ്യാധികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ തൊണ്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ചുമ പോലെയുള്ള, അങ്ങനെ ഈ കരകരപ്പെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയുള്ള പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവരെ ഒരു ജോലിയിൽ ഉറച്ചു നിൽക്കുകയില്ല, എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. പിന്നെ ഇവർക്ക് ഓർമ്മക്കുറവ് ഉണ്ടായിരിക്കും. മുടി കൊഴിച്ചിലുണ്ടാവുമെന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ നഖങ്ങളൊക്കെ വിണ്ട് കീറിക്കൊണ്ടിരിക്കും, റഫായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ ഇവർക്ക് വാസന അറിയാനുള്ള കഴിവ് കാണത്തില്ല. അതായത് ഇപ്പോൾ ഒരു കറിയുടെ മണമൊക്കെ വരുവാണെങ്കിൽ അതിന് ആ മണം അറിയാനുള്ള കഴിവ് കുറവായിരിക്കും. മറ്റുള്ളവരെ എപ്പോഴും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തുറന്നു പറയത്തില്ല, ഒന്നും തുറന്ന് പറയത്തില്ല. പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയത്തേ ഇല്ല. അതുപോലെ ഇവർക്ക് എന്തെങ്കിലും വിശകലനം ചെയ്യാനുള്ള കഴിവ് വളരെയധികം കുറവായിരിക്കും. പിന്നെ എപ്പോഴും ഒറ്റപ്പെട്ടാണെന്നൊരു തോന്നലുണ്ടാകുക. പല്ലുകൾക്കൊക്കെ എപ്പോഴും കേടുണ്ടാകുമെന്ന് പറഞ്ഞില്ലേ, അത് ഈ ചാരഫലം അനുസരിച്ചൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. അത് ശനിയുടെ കുഴപ്പങ്ങൾ കൊണ്ടും കൂടെ ഉണ്ടാകും. ഇതിൽ പലതും മറ്റുള്ള ഗ്രഹങ്ങളുടെ കുഴപ്പങ്ങളും കൊണ്ട് കൂടി ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരുപാട് പറയുന്നത്. ഇതിലൊരു 80% സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ, ആ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ബുധന് ബലക്കുറവാണെന്ന്. അപ്പോൾ ഇങ്ങനെ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലക്ഷണങ്ങൾ വെച്ച് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ബുധൻ നീചത്തിലാവുമ്പോഴാണ് ബലക്കുറവെന്ന് നമുക്കൊരു സംശയം ഉണ്ടാകുന്നതെന്ന് കണ്ടു. അപ്പോൾ ഇതിന് ഭംഗമുണ്ടെങ്കിൽ അത് വലിയ രാജയോഗം പോലെ, അതായത് ബുദ്ധി വളരെയധികം കൂടുതൽ അങ്ങനെയൊക്കെയുള്ള ഇത് വരും. അന്നിട്ട് നമുക്കത് മനസ്സിലാക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇത് എങ്ങനെയാണ് ബുധന് ബലക്കുറവാണോ ബല കൂടുതലാണോ എന്ന്. എപ്പോഴും ഒരു ഗ്രഹത്തിന് ബല കൂടുതലാണോ ബലക്കുറവാണോ അതിനനുസരിച്ച് പരിഹാരം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊന്ന് വിശകലനം ചെയ്യണം. അത് ഒരുപാട് ലക്ഷണങ്ങൾ ഒത്തു വരുമ്പോൾ നമ്മൾ തീരുമാനിക്കണം ബലക്കുറവുണ്ടെന്ന്. അതിനനുസരിച്ചായിരിക്കണം പരിഹാരം ചെയ്യേണ്ടത്. അല്ലാതെ ബല കൂടുതലുള്ള ഒരു ഗ്രഹത്തിന് പരിഹാരം ചെയ്താൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, അമിതമായാൽ അമൃതം വിഷമെന്ന് പറയത്തില്ലേ, അതുപോലെ നമ്മൾക്ക് ഓപ്പോസിറ്റ് ഫലമായിരിക്കും കിട്ടുക. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ബലക്കുറവുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനാണ് പറയുക. പക്ഷേ ഈ നീചഭംഗ രാജയോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ
പച്ച നിറത്തിലുള്ള ഡ്രസ്സ് ധരിക്കുമ്പോൾ അവർക്ക് വളരെയധികം അസ്വസ്ഥത ഉണ്ടാകും. കാരണം ബുധൻ്റെ എനർജി അങ്ങ് കൂടിയിട്ട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ നീചത്തിലിരിക്കുന്ന ബുധനെ കാണുമ്പോഴേ ജ്യോതിഷികൾ പറയും പച്ച നിറത്തിലുള്ള രത്നങ്ങൾ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ഡ്രസ്സ് ധരിക്കാൻ. പക്ഷേ ഓപ്പോസിറ്റ് ഫലമായിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ലക്ഷണങ്ങൾ നോക്കാൻ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സ്കിൻ നല്ലതാണ്, അപ്പോൾ നമ്മുടെ ബുധൻ നല്ലതാണെന്നാണ് ഒരു ലക്ഷണം. അല്ലാതെ ഇപ്പം നഖങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടി 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 പോകുന്നു, അപ്പോൾ പല്ലിന് കുഴപ്പം വരുന്നു, അത് ഈ ശനിയും കൊണ്ടും ഇതൊക്കെ വരാം. അല്ലെങ്കിൽ മുടി കൊഴിയുക, അത് വേറുള്ള ഗ്രഹങ്ങളുടെ കുഴപ്പങ്ങളും കൊണ്ടും കൂടി വരാം. ബുധന് ബലക്കുറവാണെങ്കിൽ നമുക്ക് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വളരെയധികം കുറവായി. അതായത് പല ഗ്രഹങ്ങളും ഒരേ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിലൊരു 80% ലക്ഷണങ്ങൾ വന്നെങ്കിൽ നമ്മൾ ബുധന് വേണ്ടിയുള്ള പരിഹാരങ്ങൾ ചെയ്യാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറിലുള്ള ഡ്രസ്സുകളൊക്കെ, പച്ച നിറത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കുക. പിന്നെ ആണെങ്കിൽ പച്ച നിറത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ദാനം ചെയ്യുക. പുതിയ തുണികൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് കഴുകിയിട്ട് മാത്രം ഉപയോഗിക്കുക. പിന്നെ വിഷ്ണു സഹസ്രനാമം, അങ്ങനെ വിഷ്ണുവിൻ്റെ സ്തോത്രം, ശതനാമാവലിയൊക്കെ ഇല്ലേ, അതൊക്കെ ചെല്ലുക, വിഷ്ണുവിനെ ആരാധിക്കുക. അതുപോലെ നമ്മളെ സഹോദരിമാർ, അമ്മാവിമാർ, ഇവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുക. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുക. പിന്നെ ആണെങ്കിൽ ഈ നമ്മുടെ ഈ പയറില്ലേ, ചെറുപയർ, അത് വെള്ളത്തിൽ കുതിർത്തിട്ട് പക്ഷികൾക്കൊക്കെ കൊടുക്കുക. അല്ലാതെ വേണമെങ്കിലും കൊടുക്കുക, അവർക്ക് തിന്നാൻ പാടായതുകൊണ്ടാണ് വെള്ളത്തിൽ കുതിർക്കാൻ പറയുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ബുധനാഴ്ചയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. പിന്നെയാണെങ്കിൽ ബുധൻ്റെ മന്ത്രങ്ങളൊക്കെയുണ്ട്, അതൊക്കെ ചെറിയ യന്ത്രമുണ്ട്, അതൊക്കെ വയ്ക്കുക. അതൊക്കെ പിന്നീട് നീചഭംഗരാജയോഗത്തിലൊക്കെ പറയുന്നതായിരിക്കും. സഹോദരിമാരോടും അഥവാ വിവാഹ ബന്ധത്തിൽ കിട്ടുന്ന സഹോദരിമാരോടായാലും ഒരു രീതിയിലും ഒരു എതിർപ്പ് പറയാതെ അവരെ മുഷിപ്പിക്കാതിരിക്കുക. എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ അവരോട് നല്ലതുപോലെ പെരുമാറാൻ എപ്പോഴും ശ്രമിക്കണം. മദ്യപാനം, പുകവലി അങ്ങനെയൊക്കെയുള്ളത് കഴിയുന്നതും അങ്ങ് ഒഴിവാക്കണം. എന്നിട്ടാണെങ്കിൽ വെള്ളി ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ അന്നദാനം എന്നൊക്കെ ഇല്ലേ, അതുപോലെ പിന്നെ അമ്പലത്തിലോട്ട് അരി, പാല് ഇവയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൽ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടിട്ട് അതിൽ നമുക്ക് ഒരുപാട് ലക്ഷണം, 80% ലക്ഷണങ്ങൾ വരുന്നു എന്ന് തീരുമാനമായിട്ട് മാത്രമേ ഇത് യന്ത്രം ധരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ എമറാൾഡൊക്കെ ധരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുകയോ ചെയ്യാവൂ. പക്ഷേ അമ്പലത്തിൽ പോയി, ഇപ്പോൾ വിഷ്ണു അമ്പലത്തിൽ പോയി അവിടെ പ്രാർത്ഥന നടത്തുന്നു, അല്ലെങ്കിൽ കൃഷ്ണ അമ്പലത്തിൽ പോയി അവിടെ പ്രാർത്ഥന നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ വഴിപാടുകൾ നടത്തുന്നുണ്ടോ ഒരു പ്രശ്നവും ഇല്ല. അല്ലാതുള്ള പരിഹാരങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഓം നമഃ ശിവായ.